ഹല്ലേലൂയ. ദൈവം നാം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. സാറിന്റെ പേരെന്താണ്? ഷാൽവിൻ. സാർ ഇവിടെ എന്താ പദ്ധതി? ഞാൻ ഇവിടെ മീഡിയ നോക്കുന്നു. എന്നിട്ട് അതിന്റെ ഡിഗ്രി ഒക്കെ എടുത്താന്നോ? ഡിഗ്രി എല്ലാ കാര്യങ്ങളും ക്യാമറ ചെയ്യാൻ പറ്റുമോ? എല്ലാം കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മോന്റെ ഫാദറിന് എന്തായിരുന്നു ജോലി? പപ്പ മിനിസ്ട്രിയിലാണ്. 25 വർഷമായിട്ട് ജാർഖണ്ഡ് മിനിസ്ട്രി ചെയ്യുന്നു. അന്നേരം ഈ മകന്റെ പിതാവ് 25 വർഷമായി ജാർഖണ്ഡിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷാൽവിൻ എന്നാണ്. അദ്ദേഹം കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ട് അങ്ങനെ വീഡിയോ എടുക്കുക, മീഡിയയുടെ പ്രവർത്തനം, അതിന്റെ ഡിഗ്രിയൊക്കെ ലഭിച്ച ഒരാളാണ്. എന്നിട്ട് ഞാൻ ഈ വടക്കേന്ത്യ കടന്ന സമയത്ത് എന്റെ 1-2 വീഡിയോ എടുക്കാൻ വേണ്ടി ഇദ്ദേഹമാണ് ക്രമീകരിച്ചേക്കുന്നത്. വീഡിയോ എടുക്കുന്ന സഹോദരൻ അച്ചു എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ജസ്റ്റിൻ എന്നൊരാളാണ്. ഇവരൊക്കെ വന്നിരിക്കുന്നത് അവിടുത്തെ വേലയും പ്രവർത്തനമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവർ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ചൊക്കെ ഒന്ന് കൂടാനായിട്ട് സാധിച്ചു. ഈ കാണുന്നത് നമ്മുടെ കേരളക്കരയിൽ ഇല്ലെന്ന് തോന്നുന്നു ചോളമാണ്. നല്ല തഴച്ച് നല്ല വളർന്നുകൊണ്ടിരിക്കുന്ന ചോളമാണ്. അങ്ങനെ ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യ വന്ന സമയത്ത് ഈ ചോളം കണ്ടപ്പോഴേ ഞങ്ങൾക്കൊരാഗ്രഹം, ഇത് ഒന്ന് വീഡിയോ പകർത്താൻ വേണ്ടിയുള്ള ആഗ്രഹം കടന്നു വന്നു. എത്ര മനോഹരമായിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ബീഹാറിലാണ്. ബീഹാർ ഒരു കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരുന്നു. എന്നാൽ ഇവിടെ ധാരാളം കൃഷി വയലുകൾ ഉള്ളതിനാലെ കണ്ടമാനം ജോലിക്കാരുണ്ട്. അതുകൊണ്ട് ഇന്ന് പട്ടിണിയില്ലാതെ ജീവിക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യം കൂടെ ആയിരിക്കുന്നു. അതൊരു ഭാഗത്ത് കിടക്കുന്നു. എന്നാൽ ഇന്ന് ബീഹാറിൽ വലിയൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉണർവ് നമുക്ക് ചിന്തിപ്പാൻ പറ്റിയാലും ഞാൻ ഏകദേശം 40 ദിവസമായി പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയാണ്. പല ഗ്രാമങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട്, പല ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചു. അവിടെ ഇതിന്റെ ഒരു പണിക്കാരനാണ് വന്നിരിക്കുന്നത്. എന്താണ് കാര്യമൊക്കെ ചോദിക്കുന്നത്? കാരണം അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അത് വിചാരിക്കുന്നത് വേറെ ഏതോ പദ്ധതിക്കാരായിരിക്കുമെന്ന്. ഇപ്പോൾ അവരും അദ്ദേഹത്തോട് ഇത് കഴിഞ്ഞ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഗ്രാമങ്ങൾ കണ്ടു. എവിടെ ചെന്നാലും ഇതുപോലെ ചോളത്തിന്റെ വയലുകളെ, ഗോതമ്പുകളെ എന്ന് വേണ്ട വലിയൊരു സമൃദ്ധിയിലേക്ക് വരുന്നു. എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവിടെയുള്ള മിക്ക ജില്ലകളിലും സുവിശേഷം അറിയിക്കുന്നതക്കവണ്ണം നമ്മുടെ കേരളക്കരയിലെ ആളുകൾ കടന്നു വന്നു. അവര് ഒരുപാട് കഷ്ടത, അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറണം, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവരുടെ കുഞ്ഞുങ്ങളെയൊന്നും പഠിപ്പിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ പിടിച്ചു നിർത്തുന്നത് ദർശനമാണ്. ഞാൻ പല ഗ്രാമങ്ങളിലൊക്കെ ചെന്നപ്പോൾ നമ്മുടെ മലയാളികളെ കൂടുതൽ ഞാൻ കണ്ടു. വളരെ ഒരു മുറിക്കകത്ത് താമസിക്കുന്നു, വളരെ ബുദ്ധിമുട്ടിയൊക്കെ താമസിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്കൂളില്ല, വല്ലാത്ത സാഹചര്യമാണെങ്കിലും അവർക്ക് കൊടുത്ത ദർശനപ്രകാരം അവർ ശക്തമായി വേല ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം, മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഏത് ലോക്കൽ സഭയിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് ദൈവദാസന്മാര് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസം തോറും സ്വരൂപിച്ച് ഒരു സാമ്പത്തിക നന്മ കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ അത് സങ്കടകരമാണ്. കാരണം കേരളത്തിൽ ഇന്ന് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ഓരോ ലോക്കൽ സഭയിൽ നിന്ന് വടക്കേന്ത്യയിൽ പോയിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി മാസം തോറും ഒരു കൂട്ടായ്മ കാണിച്ചില്ല എങ്കിൽ അത് ദൈവം ചോദിക്കും. കാരണം ഇവരത്രമാത്രം കഷ്ടപ്പെടുന്നു. ഞാൻ ഒത്തിരി ഗ്രാമങ്ങളിൽ പോയെന്ന് ഈ ദിവസങ്ങളില് നമ്മുടെ മലയാളികളെ കണ്ടു, നമ്മുടെ ഇവിടുള്ള തദ്ദേശവാസികളൊക്കെ കണ്ടു. ഈ തദ്ദേശവാസികളൊക്കെ നേടി ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വേല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, ഈ പ്രിയപ്പെട്ടവരുടെ ലോക്കൽ സഭയിൽ നിന്ന് നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ. എനിക്കൊരു സ്നേഹിതനുണ്ട്, ഞാൻ പേര് വരാൻ താല്പര്യപ്പെടുന്നില്ല. അടൂര് 100 പേര് കൂടുന്നായ ഒരു കൊച്ചു സഭ,
100 പേര് കൂടുന്ന പറഞ്ഞാൽ കൊച്ചു സഭ. 1 ലക്ഷത്തിന് താഴെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി പണം അയച്ചു കൊടുക്കുന്നു. ഞാൻ പേര് പറയുന്നില്ല, സഭയുടെ പേര് പറയുന്നില്ല, സ്ഥലത്തിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ആ സഭ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ലോക്കൽ സഭകളും മിഷണറി സഭകളായിട്ട് മാറണം. നമ്മുടെ ഇന്ത്യയിൽ കടന്നു വന്ന മിഷണറിമാരെ അവരെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോക്കൽ സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ മാസവും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് സാമ്പത്തികമായ ഒരു സഹായം ചെയ്തു കൊടുത്തതുകൊണ്ടാണ് 100 വർഷങ്ങൾക്ക് മുമ്പേ മിഷണറിമാരെ വടക്കേ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് ഇന്ന് വിജയിച്ചത്. അവിടെ ഒന്നുകൂടെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ലോക്കൽ സഭയിൽ നിന്നും വടക്കേ ഇന്ത്യ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ടുള്ള ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം നല്ലതാണ്. എന്നാൽ കൈ തുറന്ന് സഹായിക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറാതിരിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മനോഹരമായ ഈ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ചോളന് ഈ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊയ്യാൻ പാകമായിരിക്കുന്നതായ ഇതാ ഗോതമ്പുകളെ. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇതങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോതമ്പ് കൊയ്ത് അവരെ കളപ്പുരയിലേക്ക് കൂട്ടി വെക്കുന്നു. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ ചുറ്റും കൂടിയിരിക്കുകയാണ്. എന്താണ് ഭാഷ പിടികിട്ടുന്നില്ല. വലിയ യാത്ര ചെയ്യുന്നവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ കടന്നു വരുവാനും ഈ ഒരു സന്ദേശം സഭകൾ ഏറ്റെടുക്കുക, സഭ അനുഗ്രഹിക്കപ്പെടും, ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. യേശു വരാറായി, ഒരുങ്ങുക. മഹത്വം ദൈവത്തിന്.